പിണറായിയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഈ കർത്തകളിൽ നിന്ന് ലഭിച്ച പണത്തിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്വേഷണം ഇപ്പോൾ പിണറായിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ വരുന്നൊരു ചോദ്യം, ഈയിടെ ED ഇവരുടെ വസ്തുവകൾ സംബന്ധിച്ച ചില സർവേ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ശരിക്കും ഈ പിണറായിയുടെ കണ്ണൂരിലെ വീടും പുരയിടങ്ങളുമൊക്കെ ഈ കണ്ടുകെട്ടാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ED ശക്തിപ്പെടുത്തിയിരിക്കുകയാണോ എന്നാണ് സംശയം. അത് ഏതാണ്ട് കൃത്യമാണ്. കാരണം അവർ അളന്നത് ഈ തൈക്കണ്ടി വീണയുടെ വസ്തു മാത്രമല്ല, അതുപോലെ പിണറായി വിജയൻ്റെ വസ്തു കൂടിയാണ് അളന്നതും കണ്ട് മനസ്സിലാക്കിയതും. ഇത് വീടും പുരയിടം കൂടിയാണെന്നാണ് പിണറായിയുടെ, അതെല്ലാം കൂടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏകദേശം ഒരു രൂപമായി കഴിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ എത്ര നിഷേധിച്ചാലും മുഹമ്മദ് റിയാസ് പെട്ടെന്നൊരു ചോദ്യം വന്നപ്പോൾ ചോക്കേറ്റതുപോലെ ആ ചോദ്യം കേട്ട് തപ്പിത്തടയുന്നതും നമ്മൾ കണ്ടു. പിണറായി വിജയൻ എത്ര നിഷേധിച്ചെന്ന് പറഞ്ഞാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ കർത്തനെ മൊഴി കൊടുത്തിരിക്കുകയല്ലേ, കർത്ത തന്നെ തെളിവുകളും എതിരാണ്. ഈ പുതിയൊരു കമ്പനി മറ്റേ ഒരു തന്നെ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയും കൂടെ വീണാ തുടങ്ങി, കടലാസ് കമ്പനിയും വീണാ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞ കൃത്യം വിശദാംശങ്ങൾ വരുന്നു. അതിലുണ്ടായിരുന്ന 15 ലക്ഷത്തിലധികം രൂപയും മരവിപ്പിച്ചു കഴിഞ്ഞു. ഓരോ സ്ഥലത്തു നിന്നും കമ്മീഷൻ മേടിക്കാൻ ഓരോ കമ്പനി ഇത് ഉണ്ടാക്കിയ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ കമ്പനികൾ ഉണ്ടാക്കിയതിനോ ഇവർ കാശ് മേടിച്ചതിനോ ഒന്നും കുഴപ്പമില്ല. എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഇങ്ങനെ കാണിച്ചു, 2 കൈ കൊണ്ട് പൊക്കി കാണിച്ചു. ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ള വീട്ടിലിരിക്കുന്ന സാധുവായ കുട്ടിയെ ഈ നിയമസഭാ തലത്തിലേക്ക് വലിച്ചിഴക്കരുത് മിസ്റ്റർ കുഴനാടൻ എന്ന് പറഞ്ഞത് ആൾക്കാർ മറന്നിട്ടില്ല. പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ആൾക്കാർ ഓർക്കുന്നുണ്ട്. അത് കടക്കുപുറത്തായാലും വീട്ടിൽ ചെന്ന് ചോദിക്കായാലും പിന്നെ മറ്റേ നികൃഷ്ടജീവിയാണെങ്കിലും മറ്റേ കുലംകുത്തി പരനാറിയൊക്കെ ആണെങ്കിലും എല്ലാവരും അത് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിച്ചു, ഗംഭീരമായിട്ട് പറ്റിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനത്തിന് മനസ്സിലായി നിങ്ങൾ ഒരു പരമ കള്ളനും നിങ്ങൾ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവനുമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും വീട്ടിൽ. തെറ്റ് ചെയ്ത പിണറായി വിജയൻ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ വീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആനുകൂല്യങ്ങൾ സർക്കാർ കാറും ഔദ്യോഗിക വസതിയൊക്കെ ഉണ്ടെങ്കിലും നിയമസഭയിൽ പോയിരുന്ന് ഈ മക്കളാവാൻ പ്രായമുള്ള ആളുടെ വരെ വായിരിക്കണ കേൾക്കുക എന്നുള്ള ഒരു ഭാഗ്യം കൂടി പിണറായി കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ. അല്ല, ഇപ്പോഴും പിണറായി വിജയൻ എന്തിനാണ് ഭയക്കുന്നതെന്നറിയോ? തൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോകുമെന്നാണ് അയാളുടെ ഭയം. ഇപ്പോൾ അയാൾക്കൊരു സ്ഥാനമില്ല, അയാൾക്ക് ഇരിക്കപ്പുറതിയില്ല, ആസ്വദിച്ചു പോയി. 10 വർഷം ആ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മോഷ്ടിച്ചതല്ലേ. ഇനി അത് കൈവിട്ട് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അല്ല, അതാണ് ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ പടി ഇറങ്ങി വരുന്നു, ലിഫ്റ്റ് പിന്നെ നിയമസഭയിൽ നിന്ന് പടി ഇറങ്ങുന്നു, എല്ലാം ചെയ്യുന്നു. പടി കയറ്റുന്നവർ കുഴപ്പമില്ല. ബാക്കിയുള്ളതെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ലിഫ്റ്റ്, ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ്, പശുവിന് തൊഴുത്ത് സെപ്പറേറ്റ്, AC തൊഴുത്ത്, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് സർക്കാർ ചിലവില്ല, നമ്മുടെ ടാക്സ് കൊടുത്ത പൈസ ഉണ്ടല്ലോ, ടോയ്ലറ്റുള്ള ബസ്. പിന്നെ ഈ CMRL-ഉം കരിമണൽ കർത്തായുമായിട്ടും തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്നതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം ശക്തമായിട്ട് വന്ന ഒരു തെളിവെന്താ? ഇയാൾക്ക് ED കൊടുത്ത മൊഴിയുടെ പകർപ്പ് വെളിയിൽ വന്നു. അതിനകത്ത് പിണറായി വിജയന് വേണ്ടി ഞാൻ കൈക്കൂലി കൊടുത്തതെന്ന് കർത്ത പറയുന്ന ഭാഗം പുറത്തു വന്നു. ആ വിവരം വീണ തൈക്കണ്ടി സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നു. ഇതൊക്കെ പുറത്തു വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? കമല ഇന്റർനാഷണൽ എവിടെ? ഇന്റർനാഷണൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. ലേക്കർ ഇന്ത്യയുടെ കാര്യം ചോദിച്ചപ്പോഴും കമല ഇന്റർനാഷണൽ എവിടെ? ഇന്നിപ്പോ PK ശ്രീമതിക്കെതിരെ നിങ്ങൾ വ്യാജ വാർത്ത കൊടുത്തിട്ട് പെട്ടുപോയതാണ് പുള്ളി പത്രസമ്മേളനത്തിൽ. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല, അത് മുഖ്യമന്ത്രിക്കെതിരെ പത്രസമ്മേളനം നടത്താൻ വന്നതാണ്. പക്ഷെ ആ നേരത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. തലകൂരാൻ പറ്റാതായി പോയി. ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് 16 ലക്ഷം രൂപ വീണയുടെ ലേക്കർ അക്കൗണ്ടിൽ മരവിപ്പിച്ചു. അല്ലാതെ എക്സാലോജിക്കിന്റെ കമ്പനിയിൽ ഉണ്ടായ 1.5 ലക്ഷം രൂപ മരവിപ്പിച്ചു. നിസ്സാര തുക, ഇതൊന്നുമല്ല. അതെ, ഈ പണം എവിടേക്ക് പോയി? 2.78 കോടി അവിടെ നിന്ന് കരിമണൽ കർത്തായുടെ നിന്ന് വാങ്ങിയ കൈക്കൂലി കോഴ എവിടേക്ക് പോയി? ഇതുപോലെ ഓരോരുത്തടത്തു നിന്നും വാങ്ങിയ കമ്മീഷൻ അത് എങ്ങോട്ട് പോയി? അപ്പോൾ ഈ കടത്തിയ സ്വർണം അത് എല്ലാം എങ്ങോട്ട് പോയി? ഇതെല്ലാം സംബന്ധിച്ച് വിശദമായൊരു അന്വേഷണം വന്നാൽ, അത് സത്യസന്ധമായി നടന്നാൽ, പിണറായി വിജയൻ ആരായിരുന്നു എന്തായിരുന്നു ഈ ലോകത്തിന് മുന്നിൽ തുറന്നു. മാത്രമല്ല ഇവരെ ബിനാമികളുണ്ടല്ലോ, ഇനി തിരിച്ചു കൊടുക്കില്ല ഇയാൾക്കൊന്നും. അതെ.
കാരണം അവർക്ക് ഇയാളെ പേടിക്കേണ്ട ആവശ്യമില്ല. ബിനാമികൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവരിത് മൊത്തം പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്യും, വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്താണ്. വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ഈ കൂടെ ഈ അമേരിക്കൻ യാത്രയും തിരിച്ചു വരുമ്പോൾ ഗൾഫിൽ ഇറങ്ങുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു മകൻ വിദേശത്തുള്ളത് പോലും ഒരു NRI അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ഈ ഫണ്ട് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഈ 2.78 കോടി അവർ വാങ്ങി, ശരി, എന്തിനു ഉപയോഗിച്ചു? ചെയ്യാത്ത സേവനത്തിനാണ് ഞാൻ പൈസ കൊടുത്തതെന്ന് കർത്ത അംഗങ്ങളെ കൊണ്ട് സേവനം ചെയ്യിച്ചു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ ഞാനത് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യാത്ത സേവനത്തിന് പൈസ തന്നു, പകരം എനിക്ക് സേവനം ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ അതിന് വേറെ ആളിനെ വെച്ചു, അവർക്ക് പൈസ കൊടുത്തു വാങ്ങി. അപ്പോൾ ഈ പണം എവിടെ പോയി? അപ്പോൾ അടുത്തതായി പിണറായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വലിയ അന്തർധാര ഇടപെടലൊന്നും ഉണ്ടായില്ലെങ്കിൽ പിണറായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് ആവശ്യം തന്നെ വരും. പിണറായിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായ നോട്ടീസ് ഉടനെ കൊടുക്കും. അതോടുകൂടി ഒരു അല്പമെങ്കിലും ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവം അതുണ്ടെങ്കിൽ ഇയാൾ ആദ്യം MLA സ്ഥാനം രാജിവെക്കണം. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം, ഞാൻ ഇത്രയും നാളും പറഞ്ഞത് മുഴുവൻ തെറ്റായിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഇതിങ്ങനെ. അങ്ങനെ ഒരിക്കലും പിണറായി വിജയൻ പറയത്തില്ല. അങ്ങനെ പറയാൻ യോഗ്യതയുള്ള ഒരേ മഹാത്മാഗാന്ധി മാത്രമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. ഒരേ ഒരു രാഷ്ട്രീയ, അതെ, ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയന്നിട്ടില്ലാത്ത ആളാണ് അദ്ദേഹം. തീക്ക് മുകളിൽ കൂടെ പറന്നുപോയ സംഗതിയാണ്. ഇനിയിപ്പോ ഇവർക്ക് ഒരിക്കലും ഇരവാദം ഉന്നയിക്കാൻ പറ്റത്തില്ല. എന്നെ വേട്ടയാടുന്നു, സംഘപരിവാർ എന്നെ വേട്ടയാടുന്നു. എന്ത് കാര്യത്തിന് ഇയാൾ സംഘപരിവാർ വേട്ടയാടുന്നത്? ഇയാളെ സംഘപരിവാർ ലൈനിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സംഘപരിവാർ ലൈനിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇത്രയും നാളും നിങ്ങളെ സേഫാക്കി അവർ നിർത്തി തന്നു. ഇപ്പോൾ അത് പോയി. ഇനിയിപ്പം വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം ഡൽഹിയിൽ ഇത്രയും വലിയ സമരം നടന്നപ്പോഴും BJP കടന്നാക്രമിക്കാനൊന്നും അദ്ദേഹം തുനിഞ്ഞില്ല. ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല, അപകടമാണെന്നറിയാമല്ലോ. അദ്ദേഹം തുനിഞ്ഞില്ല. അദ്ദേഹം അവിടെ KSUക്കാർ സമരത്തിന് ചെന്നില്ലെന്ന് മാത്രമാണ്. അവിടെ BJPക്കാരെ ഒതുക്കിയെന്നോ അല്ലെ BJPയുടെ കീഴിൽ ക്രമക്കേട് നടന്നെന്നോ വന്നതിനേക്കാൾ ഒരു KSUക്കാർ ഇവിടെ സമരത്തിന് വന്നോ എന്ന് ചോദിച്ച ആളാണ്. അത്രയേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നം. എന്താണെങ്കിലും ശരി, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഈ നാട്ടിലുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും മനസ്സിലായി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുന്ന സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന അന്തം കമ്മികൾക്കല്ല, യഥാർത്ഥ അവർ കൂലിപ്പട്ടാളമാണല്ലോ. അല്ലാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അവരെ ജീവിതം മാറ്റി വെച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം വെടിഞ്ഞ എത്രയോ പേര്, കുടുംബ സ്വത്ത് എഴുതി കൊടുത്ത എത്രയോ പേര്, അവരുടെയൊക്കെ ആത്മാക്കൾ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ സ്ഥാവരവും ജംഗമവും എല്ലാം എഴുതി വാങ്ങിക്കാൻ തന്നെയായിരിക്കും മിക്കവാറും. അല്ലെ, ഇതിനകത്ത് വലിയൊരു കുഴപ്പം കിടക്കുന്നത് എന്താണെന്നറിയോ? ഈ 10-25 പേര് അകത്ത് കിടപ്പുണ്ട്. ഒരു ഗതിയും ഇ ഡി വന്നപ്പോൾ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി പൊതിഞ്ഞു പിടിച്ച ആൾക്കാരാണ്. പിണറായി ഇനി അവന്മാരെ തിരിഞ്ഞു നോക്കൂല, നോക്കൂല, പാർട്ടി അവിടെ കിടക്കുവന്മാര്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ രണ്ടുപേരുടെയും സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള നീക്കമായി. തൊട്ട് പിന്നാലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും കൊടുക്കും. അതോടുകൂടി ഈ കാര്യത്തിൽ ശുഭമാകും. അതോടുകൂടി ഇവിടുത്തെ CPM രക്ഷപ്പെടും എന്നാണ് നമ്മൾ. അതെ, CPMന്റെ നേതാക്കളും അണികളും ഒക്കെ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കാൻ പറയും, എത്രയും വേഗം ഇതിനെയൊക്കെ പിടിച്ച് അകത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെട്ടു പോയനെ എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർക്ക്. CPMന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗം ഇനി ഇതുള്ളൂ, ഇയാളകത്തു. അത്രേ ഉള്ളൂ.